കെ.എസ്.ആർ.ടി.സി ബസിൽ ലൈംഗികാതിക്രമം നടത്തിയതിന് അറസ്റ്റിലായ കോഴിക്കോട് സ്വദേശി സവാദിനെ മലയാളികൾ എന്തായാലും അത്ര വേഗം മറക്കില്ല. സമാനമായ കേസിൽ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ സവാദ് അറസ്റ്റിലായിരിക്കുന്നത്. തൃശൂരിൽ നിന്ന് മലപ്പുറത്തേക്കുള്ള കെ.എസ്.ആർ.ടി.സി ബസിൽ വെച്ച് കഴിഞ്ഞ ജൂൺ 14-ന് സവാദ് മോശമായി പെരുമാറിയെന്നാണ് യുവതിയുടെ പരാതി. പെൺകുട്ടി പ്രതികരിച്ചതോടെ സവാദ് ബസിൽ നിന്ന് ഇറങ്ങിയോടിയിരുന്നു. തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് സവാദിനെ പിടികൂടിയത്. 2023-ൽ മറ്റൊരു യുവതിയുടെ പരാതിയിൽ ഇയാൾക്കെതിരെ സമാന കുറ്റകൃത്യത്തിന് അന്ന് കേസെടുക്കുകയും അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. അന്ന് നെടുമ്പാശ്ശേരി ഭാഗത്ത് വച്ചായിരുന്നു അതിക്രമം നടന്നത്. അന്നും പെൺകുട്ടി പ്രതികരിച്ചതോടെ ഇയാൾ ബസിൽ നിന്ന് ഇറങ്ങിയോടിയിരുന്നു. സവാദ് ഓടുന്നതടക്കമുള്ള ദൃശ്യങ്ങളെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്തു. എന്നാലെന്ന് സവാദിന്റെ അറസ്റ്റിനേക്കാൾ കേരളം ചർച്ച ചെയ്തത് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പ്രതിക്ക് ഓൾ കേരള മെൻസ് അസോസിയേഷൻ നൽകിയ സ്വീകരണമായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സവാദിനെ മാലയിട്ടായിരുന്നു മെൻസ് അസോസിയേഷൻ അംഗങ്ങൾ സ്വീകരിച്ചത്. ലൈംഗികാതിക്രമത്തിനിരയായ പെൺകുട്ടി മനഃപൂർവ്വം സവാദിനെ കുടുക്കിയതെന്നായിരുന്നു മെൻസ് അസോസിയേഷന്റെ അന്നത്തെ ആരോപണം. അന്ന് ഇരവാദം കളിച്ച് സമൂഹത്തിന്റെ സഹതാപം നേടിയ സവാദാണ് ഇപ്പോൾ ഇക്കുറി വീണ്ടും സമാനമായ കേസിൽ തന്നെ പിടിയിലായിരിക്കുന്നത്. സാമൂഹിക നിരീക്ഷകനായ രാഹുൽ ഈശ്വർ ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന സംഘടനയാണ് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ. സവാദ് വീണ്ടും അറസ്റ്റിലായതോടെ അസോസിയേഷന് നേരെ വ്യാപക വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. അന്ന് മാലയിട്ട് സ്വീകരിച്ചവരൊക്കെ ഇപ്പോൾ എവിടെ പോയെന്നാണ് പലരുടെയും ചോദ്യം. അത് സവാദ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ഒരു അഭിഭാഷകനടക്കമായിരുന്നു രംഗത്ത് വന്നത്. പുതിയ കേസിന്റെ പശ്ചാത്തലത്തിൽ സവാദിനെ അന്ന് സ്വീകരിച്ച ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് വലിയ വിമർശനം തന്നെയാണ് ഉയരുന്നതെന്ന് പറയാം. കുരങ്ങന് പൂമാല റെഡിയാക്കി വയ്ക്കൂ എന്നാണ് അതിനാൽ തന്നെ ഉയരുന്ന പരിഹാസവും.